ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരാഴ്ചത്തെ ക്രിസ്മസ് വെക്കേഷന് ശേഷം കുട്ടീസിന് ഇന്ന് തൊട്ട് സ്കൂൾ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച അത് പെട്ടെന്ന് തന്നെ കേട്ടോ ദിവസമൊക്കെ പോയത്. ഇതാന്ന് പറയുമ്പോൾ ദിവസങ്ങളൊക്കെ അങ്ങ് പോയി. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റുട്ടീൻ എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലത്തെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി അപ്പോഴപ്പോഴായിട്ട് തുറക്കണ്ടല്ലോ. അപ്പം ഒരു കഷ്ണം ചക്കയുണ്ട്, അതിനടുത്ത് ഒന്ന് അവിയൽ വെക്കണം. പിന്നെ അപ്പത്തിന് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കണം. അവർ കഴിച്ചുകൊണ്ട് പോകുന്നത് അപ്പമാണ്, സ്കൂളിലത്തേക്ക് കൊണ്ടുപോകുന്നത് പുട്ടാണ് കേട്ടോ. പിന്നെ കറിയായിട്ട് സാമ്പാറും. ഞാൻ ആദ്യം വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചു. വെള്ളം ഇപ്പോഴും ചൂടാക്കി കഴിഞ്ഞാൽ അവർ പോകുന്ന സമയത്തൊക്കെ ഒന്ന് തണുത്ത് കിട്ടും. എന്നിട്ട് സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ അരിഞ്ഞ് സാമ്പാറിൻ്റെ മലക്കറി അങ്ങ് സെറ്റാക്കി വെച്ചു. നേരത്തെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യമായിട്ട് ചെയ്യാം. അങ്ങനെ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴേക്ക് വെള്ളം ഒന്ന് ചൂടായി. ആ അടുപ്പിലേക്ക് ഞാൻ സാമ്പാറിൻ്റെ പരിപ്പ് വേവാൻ വേണ്ടി കുക്കറിൽ വെച്ചു. പിന്നെയുള്ള ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ഈ ചക്ക ഒന്ന് വെട്ടിയെടുക്കലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചക്ക വെട്ടാനുള്ള മടി കൊണ്ടാണ് എല്ലാം പൊതിഞ്ഞ് പെറുക്കി പേപ്പറിലാക്കി അങ്ങ് വെച്ചത് തന്നെ. അപ്പോൾ എന്തായാലും ഇന്ന് അതിനകത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചക്ക അവിയലിന് വേണ്ടി ചക്കയെ ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് പുറത്തടുപ്പിലോട്ട് ചക്ക അങ്ങ് സെറ്റാക്കി. ആ സമയം കൊണ്ട് നമ്മളെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളും ഇട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ വീഴ്ത്തി ഒരു ബിസിൽ കേൾക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെയുള്ള പണിയെന്ന് പറഞ്ഞാൽ ചക്കയ്ക്കൊന്ന് അരപ്പ് ചതച്ചെടുത്തു. പിന്നെ ഇന്നലെ പുട്ട വെച്ചതിൽ ശകലം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ അങ്ങനെയാണല്ലോ, തലേന്നേ പറയും നാളെ എന്താണ് കൊണ്ടുപോകുന്നത് എന്നല്ല. അപ്പോൾ രണ്ടുപേരും പുട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് എൻ്റെ ചക്കയൊക്കെ ഒന്ന് റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എളുപ്പത്തിൽ പുട്ടൊക്കെ നവച്ച് മാറ്റി അപ്പുറത്തെ അടുപ്പിൽ എൻ്റെ സാമ്പാറും അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് പോയി കനൂട്ടനെ ഞാൻ വിളിച്ചുണർത്തി കനൂട്ടനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. കാത്തുട്ടിയെ ഉണർത്തി പല്ലി ഏൽപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ അവിച്ച് മാറ്റി ആ അടുപ്പിൽ തന്നെ ചേട്ടനുള്ള ചായ വെച്ചു. കാത്തിനും കനുവും കഴിക്കാനുള്ള അപ്പം ഉണ്ടാക്കി. ഇവിടെ ചേട്ടൻ മാത്രമേ ചായ കുടിക്കുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഒരു ഗ്ലാസ്സിനുള്ള ചായ വെച്ചാൽ മതി. അപ്പോൾ അത് അപ്പവും ചുട്ട അപ്പവും റെഡിയാക്കി. ഈ സമയം കൊണ്ട് കാത്തുട്ടി എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്നിരുന്ന് കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ മാത്രമേ ആളുടെ മൂടൊന്ന് ഓക്കെ ആവുള്ളൂ, ഇല്ലെങ്കിൽ ചെറിയൊരു പിണക്കമൊക്കെ ആയിരിക്കും. അപ്പോൾ ആളെ കാപ്പി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ സ്വന്തമായിട്ട് അങ്ങ് വാരി കഴിച്ചോളൂ. അങ്ങനെ ആൾക്കുള്ള കാപ്പി ഞാൻ കൊടുത്തു. അപ്പോൾ ആ കാത്തോട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അതിന് ഇച്ചിരി സമയമെടുക്കും. പിന്നെ ആ സമയം ഞാൻ യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് വെച്ചു, അവരുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.